അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇറാനിലെ പരമോന്നത നേതാവ് അസയ്യിദ് അലി അൽ ഹുസൈൻ അൽ ഖാമിനിയുടെ മരണവാർത്ത. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് അപകടമാണ്. ഈ മരണത്തെക്കുറിച്ച് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇറാൻ്റെ ജനതകളും ആഹ്ലാദിക്കുന്നുണ്ട് എന്നുള്ള കള്ളപ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇറാൻ്റെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു യുദ്ധം നടന്നത് എന്ന് അമേരിക്ക അതിൻ്റെ പക്ഷം പറയുന്നുണ്ട്. എന്നാൽ പാവപ്പെട്ട പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലത്താണ് ഇവർ നശിപ്പിച്ചത്. അവരെ സംരക്ഷിക്കണമെങ്കിൽ അവിടെ നശിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. പാവപ്പെട്ട പെൺകുട്ടികളെയാണ്, പെൺകുട്ടികൾക്ക് സംരക്ഷണം നടക്കാൻ, ഇറാൻ്റെ ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ പറഞ്ഞുകൊണ്ട് അവസാനം കൊന്നൊടുക്കിയത് പാവപ്പെട്ട പെൺകുട്ടികളാണ്. കൂടുതൽ മരണപ്പെട്ട വാർത്തകൾ നാം കേട്ടവരാണ്. ഈ ഒരു മരണം നോക്കൂ, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാകും. പരിഹാരമില്ലാത്തൊരു കേസുണ്ട്, അത് പരിഹരിക്കാൻ പറ്റൂല. ഇത് ലോക മുസ്ലിമീങ്ങളെ ബാധിക്കും. ഇത് വലിയ അപകടം, ഇതുകൊണ്ട് വലിയ നഷ്ടം അനുഭവിക്കുന്നത് മുസ്ലിമീങ്ങൾക്കാണ്. അമേരിക്ക കൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യുദ്ധം കൊണ്ടത് പരിഹരിച്ചത് യുദ്ധം അവിടെ അവസാനിക്കും. പക്ഷേ ചിലത് അവസാനിക്കാറില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പക എന്നുള്ളത്. ഇത് അവസാനിക്കില്ല. ഇപ്പോൾ അലി ഖാമിനി മരണപ്പെട്ട ഈ വാർത്ത തീർച്ചയായും ഒരു മകനെ ഉപ്പയുടെ മുമ്പിൽ കൊല ചെയ്യപ്പെട്ടു. എന്നാൽ അത് പ്രതികരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ ശക്തിശാലിയാണെന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചു വരും. എന്നാൽ ആ മനസ്സുള്ള പകയുണ്ടല്ലോ, അതൊരിക്കലും തീർന്നതല്ല, അത് അവസാനിക്കുന്നതല്ല. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സുന്നികളെ പോലെയൊന്നുമല്ല ഷിയാക്കൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു ആത്മീയ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മീയ നേതാവ് എന്ത് പറയുന്നു അതാണ് അവസാനത്തെ വാക്കായിരിക്കും അവർക്ക്. സുന്നികൾ എന്തെങ്കിലും അഹ്ല ദിക്ർ വിവരമില്ലാത്തോട് ചോദിച്ചതോട് കൂടി തീർന്നു. അങ്ങനെയല്ല. ഷിയാക്കൾ ആത്മീയമായ നേതാവ് എന്ത് പറയുന്നു അവിടെ ആയിരിക്കും അവരുടെ ചിന്താഗതി, അവർ അവിടെ പറയുന്നവിടെ. കാരണം ഇതുകൊണ്ട് സംഭവിക്കുന്നത്, ഇപ്പോൾ ഖാമിനി മരണപ്പെട്ട വാർത്ത കേൾക്കലോടുകൂടി ഇപ്പോൾ ഗൾഫിൽ പല രാജ്യങ്ങൾ, ബഹ്റൈനും അതുപോലെ ജോർഡാനും യുഎഇയും സൗദിയും അബുദാബി, ഇവിടെ എല്ലാ ഇടങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളം ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടേക്കെല്ലാം അക്രമങ്ങളുണ്ടാവും. ഈ അക്രമം വലിയ ഒരു അക്രമമായിരിക്കും. ഇതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളുണ്ടാവും. ഇത് എല്ലാവരും ബാധിക്കും. ഇതുകൊണ്ട് ലാഭം കിട്ടുന്നത് അമേരിക്കക്കാണ്. ഇത് വലിയ നഷ്ടത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബാദിറു ബിൽ അഅമാൽ ഫിത്നതൻ ഖഖിതഇൽ ലൈലുൽ ദുൽമ. ഇങ്ങനൊരു ഫിത്ന ഉണ്ടാകും. ആ സമയത്ത് ബാദിറുൽ അഅമാൽ, നിങ്ങൾ അമൽ കൊണ്ട് വളരണം. ഫിത്നതൻ ഖഖിതഇൽ ലൈലുൽ ദുൽമ, അതാ ഇരുണ്ട രാത്രികളെ കഷ്ണമാക്കുന്നത് പോലെ ഫിത്നകൾ വരും. ആ ഫിത്ന വരുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകളെ കൊണ്ട് വളരണം എന്ന്. ലാ തഖൂമു സ്സാഅത്തുൻ ഹത്താ തഖൂമു, അന്ത്യനാൾ യുദ്ധങ്ങൾ, വലിയ വലിയ യുദ്ധങ്ങൾ വരാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് ഹദീസുകളിലൊക്കെ കാണാം. നോക്കൂ, ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നാം ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇറാൻ തോൽക്കും എന്നുള്ള ഒരു വീഡിയോ. ഇറാൻ അലി ഖാമിനിയുടെ മരണമുണ്ടാകും. നോക്കൂ, ഈ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ചില വാക്കുകൾ അത്ഭുതമാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ്. അത്ഭുതകരമായി മുത്തായ ഹബീബ് എന്ത് പറഞ്ഞോ, അന്ത്യനാൾ നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അതുണ്ടാകും. ഇപ്പോൾ ഇമാം മഹദിയെക്കുറിച്ച് പറഞ്ഞു, അതുണ്ടാകും. ദജ്ജാലിനെ കുറിച്ചുണ്ട്, വലിയ ഫിത്നയായി പറഞ്ഞത് ആ ദജ്ജാലിനെ കുറിച്ച്, അതൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ്. കാരണം മുത്തായ റസൂലിൻ്റെ നാക്ക് കൊണ്ട് തമാശക്ക് പോലും കളവ് പറയാത്ത ഹബീബാണ് പറയുന്നത്. ഖാമിനിയുടെ മരണം ഇത് വല്ലാത്ത മരണമാണ്. ഷിയാക്കളുടെ പക അത് വല്ലാത്ത പകയാണ്. ഇവർ പല രാജ്യങ്ങൾ ആക്രമിക്കാൻ തുടങ്ങും, സൗദി അടക്കമുള്ള പല നാടുകൾ. കാരണം ഈ ഇസ്രായേലികളെ അതുപോലെ അമേരിക്കയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങളാണ് ഈ ബഹ്റൈനും ജോർഡാനും സൗദിയും അബുദാബി. കാരണം ഈ ഖുമൈനിയെ ആക്രമിക്കാനുണ്ടായ കാരണം തന്നെ അമേരിക്കയെ അനുസരിക്കുന്നില്ല എന്നുള്ളത്. ധീരനായ അദ്ദേഹം പൊരുതി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ മരണം ഒരു രക്തസാക്ഷി എന്ന് പറയാം. കാരണം അത്രയും ധീരതയോടുകൂടി അവരനുസരിക്കാതെ കണ്ട് ശക്തമായ അദ്ദേഹം പൊരുതി എന്നുള്ളതാണ്. പൊരുതുന്ന ആൾക്ക് പിന്നെ അവസാനം ആ ആത്മാഭിമാനത്തോടു കൂടി മരിക്കുക അത് സ്വാഭാവികമാണ്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു പക അത് മാറാത്തൊരു പകമായി മാറും. ഈ പക എങ്ങനെ വീട്ടപ്പെടുന്നറിയില്ല.
ഒരു മനുഷ്യന് ഒരു പക ഒരാളോട് വന്നാൽ കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം അത് ഉപയോഗപ്പെടുത്തും. അത് ഏത് നോക്കില്ല, ഏത് സന്ദർഭത്തിൽ ആരും നോക്കില്ല, തീർച്ചയായും അതുണ്ടാകും. അത് കൂടുതൽ മുസ്ലിമുകളെ ബാധിക്കുകയും ചെയ്യും. ഇത് അപകടമാണ്. ഇത് കണ്ട് ആഹ്ലാദിക്കുന്നവരൊക്കെ ഉണ്ട്. പലരും ഈ യുദ്ധങ്ങളെ കണ്ടിങ്ങനെ ആഹ്ലാദിക്കുന്നവരുണ്ട്. ഈ ആഹ്ലാദം തീർച്ചയായും നമ്മുടെ ഓരോ വീടുകളെ ബാധിക്കും. തീർച്ചയായും ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും. അതുകൊണ്ട് സാമ്പത്തിക സുരക്ഷിതത്തെക്കുറിച്ച് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് സൂക്ഷിക്കുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നുള്ളത്. ഇങ്ങനെ ഈ ഷോപ്പിംഗ് വല്ലുണ്ടല്ലോ നമ്മുടെ സഹോദരിമാർ, ഇതെല്ലാം അവസാനിക്കും. ഇത് വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. അമേരിക്കൻ പറയുന്ന പല വാദങ്ങളും ഇസ്സത്തും അഭിമാനവും അത് വലിയ പ്രശ്നമായിരുന്നു അമേരിക്കക്കും ഇസ്രായേലിക്ക്. 2024 നടന്ന ഇസ്രായേലും അതുപോലെ ഇറാനും നടന്ന ആ ഒരു യുദ്ധത്തിൽ തന്നെ ഏകദേശം ഇറാൻ്റെ സാമ്പത്തികമായി ഒരുപാടത് ബാധിച്ചിരുന്നു. ആ സമയത്ത് തന്നെ അവർ തളർന്നിരുന്നു. എന്നാലും അഭിമാനത്തോടു കൂടി അവരെ പൊരുതി. ഇതൊക്കെ കൃത്യമായി അമേരിക്കക്ക് അറിയാം. ഇറാനെ നശിപ്പിക്കാൻ എളുപ്പമാണ് എന്ന രീതിയിലൊക്കെ പെരുമാറാൻ അത് തുടങ്ങിയത്. കാരണം ആ യുദ്ധത്തിൽ തന്നെ അവർക്കുണ്ടായ നഷ്ടങ്ങൾ അത് വലിയ നഷ്ടങ്ങളാണ്. പക്ഷേ അഭിമാനത്തോടോ അവകാശവാദത്തോടു കൂടി ഇറാൻ മുന്നോട്ട് വന്നു. എന്നാൽ ഇറാൻ ധൈര്യത്തോടു കൂടി, അവർക്ക് മുട്ടുമടക്കാതെ, അവരുടെ മുമ്പിൽ ധീരതയോടു കൂടി. ഇപ്പോൾ അമേരിക്കയും അതുപോലെ ഇസ്രായേലും പറയുന്നത് അനുസരിച്ചു കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇപ്പോഴും സുഖകരമായവർക്ക് ജീവിക്കാമായിരുന്നു. ഈ ദുഷ്ടരാഷ്ട്രങ്ങളെ അനുസരിക്കാൻ നാം ഒരിക്കലും തയ്യാറല്ല എന്ന് ധീരത്തോടു കൂടി പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഈ ധീരമായ ഒരു മരണം സംഭവിക്കാൻ കാരണം. ഇല്ലെങ്കിൽ നല്ലൊരു ജീവിതം നയിക്കാമായിരുന്നു. അതല്ല, ജീവിതം എന്നുള്ളത് പൊരുതാനുള്ളതാണ്, എന്നത് പൊരുതി നേടാനുള്ളതാണ് എന്ന് തീർച്ചയായും അലി ഖാമിനിയെ പോലത്തെ പലരും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു യുദ്ധം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇനി അമേരിക്ക കടന്നിങ്ങനെ ചിരിക്കും. കാരണം ഇറാൻ പല നിലക്കുള്ള ആക്രമണങ്ങൾ തുടങ്ങും. സൗദിയിൽ തുടങ്ങും, അബുദുബായിൽ തുടങ്ങും, ജോർഡൻ, പല നാടുകളിൽ ഇറാൻ്റെ ഡ്രോൺ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. ഈ അക്രമത്തിന് അവസാനം ഉണ്ടാവില്ല. കാരണം ഇത് പകയുടെ അക്രമമാണ്. ഈ പകയുടെ അക്രമം തീർച്ചയായും അപകടം വരുത്തും. മറ്റേത് പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാൻ പറ്റും, പകയുടെ പ്രശ്നം ഇത് തീർച്ചയായും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നീങ്ങും. ഇതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല, ഇതുകൊണ്ട് പലരും ദുഃഖിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ മറ്റൊന്നുമില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല യാ റഹ്മാൻ യാ റഹീം അല്ലാഹുമ്മ അർഹം അഹ്ല ഇറാൻ അല്ലാഹുമ്മ ഇഹ്ഫൽ അഹ്ല ഇറാൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.